നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റൈസ് പൗഡർ കൊണ്ട് വട്ടയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വട്ടയപ്പം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഞാൻ റൗണ്ട് പാത്രത്തിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. എന്ന് തന്നെ ആയാലും കുഴപ്പമില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇടിയപ്പം പൊടിയാണ് എടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 കൂടുതലാകാൻ പാടില്ല കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ലൂസാക്കണം. നമുക്കിത് നല്ല ലൂസായിട്ട് എടുക്കണം. തിക്കായി പോയി കഴിഞ്ഞാൽ മാവ് കുറുക്കി എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിക്കായി പോകും. ഇടയ്ക്ക് കട്ട പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അടുപ്പിൽ തീ കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് മാവ് നന്നായിട്ട് ലൂസാക്കിയതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള അരിമാവിലേക്ക് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ, അതായത് 1 മുറി തേങ്ങയുടെ പാലെങ്കിലും വേണ്ടി വരും കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് ഈ പൊടി നമുക്ക് നന്നായിട്ടങ്ങ് ലൂസാക്കി കൊടുക്കാം. അരി അരച്ച് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡ് ഞാൻ കാണിക്കുന്നു മാത്രം. പോലെ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിതങ്ങോട്ട് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കാച്ചി കുറുക്കി തണുക്കാനായി വെച്ചില്ലേ, ആ ക്രീമും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കാച്ചി കുറുക്കി വെച്ചത് കുറേശ്ശെ ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പാകത്തിന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 മുറി തേങ്ങ, അതായത് 1 കപ്പ് തേങ്ങ, ഞാൻ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഫെർമെൻറ്റേറ്റ് ചെയ്തെടുത്തത്, അതായത് പഞ്ചസാരയും വെള്ളവും കൂടി ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തത് കേട്ടോ. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററും കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. കുറേശ്ശെ ചേർക്കാം കേട്ടോ. ഒന്ന് ചേർത്ത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ വേണം നമുക്കിതിന് വേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പാകമില്ലേ, ആ ഒരു പാകത്തിനുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഉണ്ടല്ലോ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കില്ല, അത് സ്റ്റിക്കി ആയി പോകും, ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിന് വേണം മാവ് അരച്ചെടുക്കാൻ. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഇത് വയ്ക്കണം കേട്ടോ. മാവ് നന്നായിട്ട് പൊന്തി വരണം. അതിനുശേഷം മാത്രമേ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവൂ. 6 മണിക്കൂറിന് ശേഷം ഞാൻ മാവ് എടുക്കുന്നു കേട്ടോ. കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പുളിച്ച് പോകാൻ നിൽക്കണ്ട, ചെറിയൊരു പുളി മതിയാകും. നല്ലൊരു മധുരവും ആയിട്ടുള്ള ഒരു പാകം ഉണ്ടല്ലോ വട്ടയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു പാകത്തിന് മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റീമറിലേക്ക് ഒരു ട്രേ കേട്ടോ, റൗണ്ട് ട്രേ അല്ല, ഞാനൊരു സ്ക്വയർ പാത്രമാണ് എടുത്തിട്ടുള്ളൊരു, അതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായിട്ടുള്ളൊരു ട്രേയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്പം ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പൊന്തി വരും. ഒഴിച്ചതിന് ശേഷം 30 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിനുശേഷം കുക്കായോന്ന് നമുക്കൊരു സ്ക്യൂർ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടോ എന്നുള്ളത്. നന്നായി തണുത്തതിന് ശേഷം വേണം ഡിമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ ചതുരയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.